ഹലോ. അപ്പോഴേ ഞാൻ ഈ കടയിൽ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കൂലേ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ വീട്ടിൽ പിടിച്ച ഗരം മസാല എന്ന് പറഞ്ഞൊരു മസാല ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻസിൽ ഓടെ ചോദിക്കാറുണ്ട്, ചേച്ചി ഗരം മസാല റെസിപ്പി ഇടുമെന്ന്. ഇപ്പോഴാണ് എൻ്റെ കൈ ഒഴിഞ്ഞിട്ട് ഈ ഒരു മസാലയുടെ റെസിപ്പി ഇടാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഗരം മസാല ഇതേപോലെ പൊടിച്ചൊന്നും വെക്കാറില്ല. അപ്പപ്പോൾ ആവശ്യത്തിന് അപ്പപ്പോൾ പൊടിച്ചെടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കൂട്ടുകാർ ചോദിച്ചതല്ലേ ഗരം മസാല റെസിപ്പി. അവർ ചോദിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയോ, ഇതിൻ്റെ കറക്റ്റ് അളവ് അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ കൂടിപ്പോയാൽ വല്ല കറിക്ക് കുത്തലോ കയ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കുറഞ്ഞു പോയാൽ എൻ്റെ ഗുണമേന്മയെ നഷ്ടപ്പെടും. അപ്പോൾ എല്ലാ അളവും ഇതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മസാല പൊടിച്ചെടുക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല മണവും ഗുണമൊക്കെ ഉള്ള മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കാം. ഇതിനായിട്ട് 20 ഗ്രാം ഏലക്കായും 20 ഗ്രാം കറുകപ്പട്ടയും 5 ജാതിപത്രയും 6 തക്കോലമാണ് എടുത്തേക്കണത്. പിന്നെ 20 ഗ്രാം കുരുമുളകും 20 ഗ്രാം ഗ്രാമ്പും കൂടി മേടിച്ചിട്ടേ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കടക്കാരൻ തന്നത്. അതുകൊണ്ടിട്ട് ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ 20 ഗ്രാം വീതം എടുത്തേക്കണത്. പിന്നെ പെരിഞ്ജീരകം 60 ഗ്രാമാണ് മേടിച്ചേക്കണത്. സാധാരണ ആരും സാജീരകം, അതായത് മറ്റേ ചെറിയ ജീരകമില്ലേ, അത് ചേർക്കാറില്ല. ചില സ്ഥലത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഗരം മസാല പൊടിക്കുമ്പോൾ സാജീരകം ചേർക്കും. അപ്പം ഞങ്ങൾ ചേർക്കാറുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ അതിലേക്ക് 1/2 സ്പൂണോളം നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഓരോരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടായിരിക്കുള്ള മസാല പൊടിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മുടെ വറ്റൽമുളക് 2 ഇടും കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇടാറില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു മസാലയിൽ ഞാൻ വറ്റൽമുളക് ചേർക്കുന്നില്ല. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഒരു മസാല എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. വറുത്തെടുക്കാൻ പാടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചട്ടിയിലിട്ട് ചൂടാക്കണതിന് പകരം വേണമെങ്കിൽ 2 ദിവസം നമുക്കൊന്ന് വെയിൽ കൊള്ളിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഇപ്പോഴത്തെ വെയിൽ കൊണ്ടിട്ട് ഒറ്റ ദിവസം മതി എന്നാണ് തോന്നണത്. പക്ഷെ നമ്മളിത് ഉണ്ടാക്കാൻ നിന്നപ്പോൾ വെയിലും പോയി എല്ലാം പോയി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചട്ടിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. ഇപ്പം ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേണ്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇത് ചൂടാറിയതിന് ശേഷം പൊടിക്കാമെന്ന് വിചാരിച്ച് മിക്സിയിലിട്ടപ്പോഴാണ് കരണ്ട് പോയത്. എന്ത് ഹതഭാഗ്യയായ ഞാനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. കുറേ നേരം ഞാൻ നോക്കി നിന്നിട്ടാ കരണ്ട് ഇപ്പോൾ വരും. അതെടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്ത് പൊതിഞ്ഞ് കെട്ടി വീട്ടിലേക്ക് വന്ന്. വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയിലോട്ട് ഫുള്ളായിട്ട് ഇട്ട് ഒറ്റ ട്രിപ്പിനായിട്ട് അടിച്ചെടുക്കണം. ഇത് കൂടുതൽ മസാലകളാണ്. നിങ്ങൾ അടിക്കണമെങ്കിൽ 2 ട്രിപ്പായിട്ട് അടിച്ചാൽ മതി കേട്ടോ. മിക്സിയൊക്കെ ചൂടായി വല്ല മിക്സിക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അതേപോലെയൊക്കെ നോക്കി കണ്ടൊക്കെ അടിക്കണേട്ട മിക്സിയിലിട്ട്. നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോണേന്. പിന്നെ ഫൈൻ പൗഡർ ആകരുത് കേട്ടോ. നേരെ തരി പോലെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മളുടെ മസാലയ്ക്ക് നല്ല ഗുണവും അതേപോലെ മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഫൈൻ പൗഡറാണ് എനിക്കിഷ്ടമല്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ അങ്ങനെ അടിച്ച് വെക്കാറുണ്ട്. ഞാൻ നേരെ തരി പോലെ ഇതുപോലെയാണ് അടിച്ചെടുക്കാറ്. ഭയങ്കര ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മണം ഉണ്ടാവില്ല, മണം കുറയും. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അടിച്ചപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ ഇതേപോലെ അടിച്ചെടുക്കാറ്. അപ്പം നമ്മളുടെ മസാല ഞാനൊരു കുപ്പിയിലോട്ട് ആക്കണുണ്ട്. ഇത് നേരം വെളുത്ത് കടയിലേക്ക് പോകട്ടെ. ഒരു മസാലയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പം തന്നെ മൂടി വെക്കണോട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മണമൊക്കെ പോയാൽ പിന്നില്ലേ കറിയിലിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു മസാല ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഏതൊരു മസാലക്കറി വെക്കുമ്പോഴും ഇടാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ പിന്നെ ഒന്നും നോക്കണ്ട, അതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.